വണ്ടി ഫിംഗർ പ്രിന്റ് ബ്യൂറോയിൽ എത്തിക്കാം സർ. റെയിൽവേ ട്രാക്കിലെ വിൽപ്പാടുകളുമായി ഒത്തുനോക്കണം സർ. ഏതായാലും രാമോഹനെ കസ്റ്റഡിയിൽ എടുക്കാം. ഞാൻ ട്രിവാൻഡ്രം കമ്മീഷനെ വിളിച്ച് പറഞ്ഞോളാം. സർ. ഹലോ. യെസ്, കമ്മീഷണർ സ്പീക്കിംഗ്. SP ബഷീറാണ്, ആലുവയിന്ന്. ഒരു പാർട്ടിയെ കസ്റ്റഡിയിൽ എടുക്കണം. എന്താ കേസ്? മർഡർ. പേര് രാംമോഹൻ. പ്രസിഡന്റിൽ താമസിക്കുന്നുണ്ട്. ഹീസ് എൻ എഞ്ചിനീയർ. യാ, ഐ വിൽ സീ ടു ദാറ്റ്. ഹലോ, കമ്മീഷണറാണ്. ഹോട്ടൽ പ്രസിഡന്റിൽ രാംമോഹൻ എന്നൊരാൾ താമസിക്കുന്നുണ്ട്. അയാൾ ഉടനെ കസ്റ്റഡിയിൽ എടുക്കണം. ഓക്കെ? യെസ് സർ. Thank you. Yes, sir. It can be arranged. No problem. We shall let you know as soon as he arrives. Yes. He is expected by the next flight. Thank you. What can I do for you, sir? രാംമോഹന്റെ റൂം ഏതാ? ആ റൂം വെക്കേറ്റ് ചെയ്തല്ലോ. എപ്പോ? ഇപ്പോ സാർ ഇങ്ങോട്ട് കയറി വന്നപ്പോഴാണ് മിസ്റ്റർ രാമോഹൻ അങ്ങോട്ട് അറിയുമ്പോൾ. രാംമോഹന്റെ കാര്യത്തിൽ ഒരു സംശയം ബാക്കി നിൽക്കുന്നുണ്ട്. യെസ് സാർ. രാംമോഹനാണ് കൊല നടത്തിയതെന്ന് ഫോൺ ചെയ്തതാരാണ്? 5000 രൂപ ഓഫർ ഉണ്ടായിരുന്നിട്ടും അയാൾ പേര് വെളിപ്പെടുത്തിയിട്ടുമില്ല. മനഃപൂർവ്വം നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി രാംമോഹന്റെ പേര് പറയാം. അന്വേഷണം രാംമോഹനിൽ മാത്രമായി ഒതുക്കി നിർത്തണ്ട. പക്ഷെ ആ സിഗരറ്റ് കുറ്റികളും കാറ് മാറ്റിയെടുക്കലും ഓർക്കുമ്പോ രാംമോഹനിൽ പങ്കില്ലാതിരില്ല. സിഗരറ്റ് കുറ്റികൾ ചിലപ്പോൾ മനഃപൂർവ്വം ഇട്ടതായിരിക്കാം, രാംമോഹനാണെന്ന് വരുത്തി തീർക്കാൻ. പക്ഷെ ആ കാറിന്റെ കാര്യം സംശയകരമാണ്. അതും റിപ്പോർട്ട് കിട്ടിയാലല്ലേ തീരുമാനിക്കാൻ പറ്റൂ. ആ ഫിംഗർ പ്രിന്റ് ബ്യൂറോയിൽ നിന്ന് റിപ്പോർട്ട് കിട്ടിയോ? റിപ്പോർട്ടൊന്നും കിട്ടിയില്ല സാർ. വിരലടയാളമില്ലെന്ന് പറഞ്ഞു. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. ആ സിഗരറ്റ് കുറ്റികളെല്ലാം ഒരാൾ തന്നെ വലിച്ചതായിരിക്കാൻ സാധ്യതയില്ലെന്നാണ് പറഞ്ഞത്. റെയിൽപാളത്തിൽ നടത്തുന്ന കിട്ടിയത് ചാംസും